നൗഷാദ് തെക്കേയിൽ ഇപ്പോൾ അജിത്ത് എന്ന അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ കേസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ NM അരുൺ ഡോക്ടർ RC ശ്രീകുമാർ പ്രതികരിച്ചത്. അദ്ദേഹം ഓർത്തോപീഡിക് സർജൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതറിയാം. അതുകൊണ്ടാണ് ആ കാര്യം വിശദീകരിക്കുന്നത്. ഈ അജിത്തിന്റെ കേസിൽ യഥാർത്ഥത്തിൽ അജിത്തിന് പിഴവ് പറ്റിയതാണ്, അജിത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് താങ്കൾ ഈ കേസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനാവുന്നത് നൗഷാദ്? അതിലെ എനിക്ക് മനസ്സിലാകുന്നത് ഇവർ ഈ ഡോക്ടർ രോഗിയോടോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ ആളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സാർ ഇവിടെ പറഞ്ഞല്ലോ, ഈ ബന്ധപ്പെട്ട ആളുകളുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ശസ്ത്രക്രിയയൊന്നും ചെയ്യില്ല, കൂട്ടായിട്ടുള്ള ഒരു ആലോചനയിൽ കൂടി മാത്രമേ ചെയ്യൂ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം എങ്ങനെ നാവ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു? അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ എവിടെയാണ് ഇവരൊരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി എല്ലാവരോടും അന്വേഷിച്ച് ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും മെഡിക്കൽ കോളേജ് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ കോളേജിനെ മോശമാക്കി അല്ലെങ്കിൽ അവിടെയുള്ള നമുക്കൊക്കെ വളരെയധികം സഹായം ചെയ്യുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന നിരവധി ഡോക്ടർമാരെയൊക്കെ അപമാനിക്കാനുള്ള ശ്രമം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനകരമായ സ്ഥാപനത്തിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ സംഘടനയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇപ്പോൾ അത് അജിത്തായാലും മറ്റേ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളായാലും അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല, ഇവർക്കൊന്നും സമയമില്ല. അതല്ലെങ്കിൽ ഇവരൊക്കെ വേറെ എന്തോ ചിന്താഗതിയിലോ അതല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഏതോ തിരക്കിലോ ആയിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. അതല്ലെങ്കിൽ സാമാന്യമായ ഒരു പാവപ്പെട്ട ഒരു ജീവിതം അവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇത്രയും നരകിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന സമയത്ത് അവരോട് സഹായ മനസ്ഥിതിയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.